വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ റെക്കോർഡ് ജയം 87.94 വിജയശതമാനം. കഴിഞ്ഞ വർഷം വിജയശതമാനം 85.13 ആയിരുന്നു. 3,28,702 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കൂടുതൽ വിജയശതമാനം എറണാകുളം ജില്ലയിലും കുറവ് പത്തനംതിട്ടയിലുമാണ്. 48,383 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ 53%, VHSCക്ക് 80.36% വിജയം. സേ പരീക്ഷ അടുത്ത മാസം 11 മുതൽ നടക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മാർച്ച് 2021 മാർച്ച് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 87.94% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 85.13 ആയിരുന്നു. വ്യത്യാസം 2.81% കൂടുതൽ. ആകെ 2035 സ്കൂളുകളിലായി സ്കൂൾ ഗോയിങ് റെഗുലർ വിഭാഗത്തിൽ നിന്ന് 3,73,788 പേർ പരീക്ഷ എഴുതിയതിൽ 3,28,702 പേർ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല എറണാകുളം 91.11%. താരതമ്യേന കുറവുള്ള ഒരു ജില്ല പത്തനംതിട്ട 82.53%. കൂടുതൽ വിവരങ്ങളുമായി SS ശരൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ശരൺ, കോവിഡ് കാലത്ത് നടന്ന പരീക്ഷയാണ്. മൂല്യനിർണ്ണയവും കോവിഡ് കാലത്തായിരുന്നു. SSLC പോലെ തന്നെ റെക്കോർഡ് വിജയമാണ് വിദ്യാർത്ഥികൾ നേടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, തീർച്ചയായിട്ടും SSLCക്ക് പിന്നാലെ ഹയർ സെക്കൻഡറിക്കും ഇത്തവണ റെക്കോർഡ് വിജയശതമാനമാണ്. അതായത് 87.94 ഇത്തവണത്തെ വിജയശതമാനം. കഴിഞ്ഞ തവണ 85.13 ആയിരുന്നു. അങ്ങനെ 2.81% വിജയശതമാനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഓപ്പൺ സ്കൂളിൽ 53% വിജയശതമാനം. ടെക്നിക്കൽ 84.39 വിജയശതമാനം. അതായത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്രം 2035 സ്കൂളുകളിലായി 3,73,788 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിരുന്നത്. ഇതിൽ 3,28,702 വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് യോഗ്യരായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിജയശതമാനം ഇത്തവണ ഉള്ള ജില്ല എന്ന് പറയുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് 91.11 വിജയശതമാനം. ഏറ്റവും കുറവ് പത്തനംതിട്ടയാണ്. മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വർധനവുണ്ടായിട്ടുണ്ട്. അതായത് 48,383 വിദ്യാർത്ഥികളാണ് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്താണ്. ഒപ്പം തന്നെ ഈ ഹയർ സെക്കൻഡറി പോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ റെക്കോർഡ് വിജയശതമാനമാണ് ഹയർ സെക്കൻഡറിക്ക് ഉണ്ടായിരിക്കുന്നത്. SS ശരണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ബിടെക് ഓഫ്ലൈൻ പരീക്ഷകൾ റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ. ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. സാങ്കേതിക സർവകലാശാലയുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചു. ഇന്ന് മാറ്റിവെച്ച പരീക്ഷ മറ്റൊരു ദിവസം നടത്താം. ഓഗസ്റ്റ് 2, 3 ദിവസങ്ങളിൽ മറ്റു പരീക്ഷകൾ നടത്താം. മുട്ടിൽ മരമുറി കേസിൽ സഹോദരങ്ങളായ 3 പ്രതികളും അറസ്റ്റിൽ. ആൻഡ്രൂ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവരാണ് അറസ്റ്റിലായത്. സർക്കാർ ഹൈക്കോടതിയെ ഇക്കാര്യം അറിയിച്ചു. അമ്മയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രതികൾക്ക് അവസരമൊരുക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. മലപ്പുറം കുറ്റിപ്പുറത്ത് നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ ഉടൻ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിക്കും. വിവരങ്ങളുമായി MS വിനേഷ് കുമാറും ചേരുന്നു. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും രൂക്ഷമായ വിമർശനം സർക്കാരിനുണ്ടായിരുന്നു. ഇതുവരെയും ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും പ്രതികൂലമായ പരാമർശങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് മറ്റുമുള്ള അന്വേഷണങ്ങൾ നടത്തിയത്. ഇതിനുശേഷമാണ് ഇന്ന് തിരൂർ ഭാഗത്ത് വെച്ച് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ പിന്തുടർന്നാണ് അറസ്റ്റ് ഉണ്ടായിരുന്നത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം ആലുവ പോലീസ് ക്ലബ്ബിൽ പ്രതികളെ എത്തിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ADGP ശ്രീജിത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടുണ്ട്. വനംവകുപ്പ്
ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ യോഗം ചേരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഇതിലെടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ ഇവിടേക്ക് എത്തിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രതികളുടെ അമ്മ ഇന്ന് പുലർച്ചെ അന്തരിച്ചിരുന്നു. അവരുടെ മൃതദേഹം കാണുന്നതിനും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ ഉള്ള അവസരം നൽകുമെന്നും പോലീസ് അറിയിച്ചിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം തന്നെ പ്രതികളുമായി വയനാട്ടിലേക്ക് പോലീസ് പോകും എന്നാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. ശരി അനീഷ്. വിനേഷ് കുമാറിലേക്ക്. വിനേഷ്, കേസിന്റെ വിവരങ്ങൾ, കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും? അശ്വതി, പ്രതികളെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലത്തുനിന്ന് തിരൂർ ഡിവൈഎസ്പി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഉച്ചയോടുകൂടി അറസ്റ്റ് ചെയ്യുന്നത്. പ്രതികൾ വയനാട്ടിലുള്ള വീട്ടിലേക്ക് അമ്മയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് വരികയായിരുന്നു. ഈ സമയത്താണ് പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. അതിനുശേഷം ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ ഇവരെ എത്തിച്ചു. മറ്റ് നടപടിക്രമങ്ങൾ, അതിൻ്റെ രേഖാമൂലമുള്ള നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തിയായി. അല്പസമയം മുമ്പ് ചങ്ങരംകുളത്ത് നിന്ന് ആലുവയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇനി കേസിന്റെ അന്വേഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 42 കേസുകൾ വനംവകുപ്പ് മാത്രം എടുത്തിട്ടുണ്ട് ഈ 3 പ്രതികൾക്കെതിരെ. കൂടാതെ പോലീസ് കേസുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൽ നിന്ന് വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇതെന്തായാലും ഇതിന്റെ തുടർ നടപടികളിലേക്ക് തന്നെയായിരിക്കും പോകുക. നമുക്കറിയാം, കേരളത്തിലെ ഏറെ കോളക്കം സൃഷ്ടിച്ച മുട്ടിൽ മരമുറി കേസിലെ മുഖ്യ പ്രതികളാണ് ഇവർ. 68ഓളം പ്രതികളാണ് കേസിലുള്ളത്. ഇതിൽ കർഷകരും ആദിവാസികളും ഉൾപ്പെടെയുണ്ട്. ഇതിൽ ആദിവാസികളെയും കർഷകരെയും ഉൾപ്പെടെ വഞ്ചിച്ച് അവരുടെ മരം ചുളുവിലയ്ക്ക് മുറിച്ച് കടത്തി എന്നുള്ളതാണ് ഇവർക്കെതിരെ കേസ്. ഇതിൽ മരമോഷണത്തിന് പോലീസും കേസെടുത്തിട്ടുണ്ട്. മറ്റുള്ള ഈ വൃക്ഷ സംരക്ഷണ നിയമങ്ങൾ ലംഘിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വനംവകുപ്പുമാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും പ്രതികളെ ഇതിനുശേഷം ആലുവയിൽ നിന്ന് വയനാട്ടിലെ ശവസംസ്കാരം, അതായത് മാതാവിന്റെ ശവസംസ്കാര ചടങ്ങിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ നമുക്കറിയാം. കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പിറവം കള്ളനോട്ട് കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം. എറണാകുളം റൂറൽ എസ്.പി. കെ. കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. പിടിയിലായ 7 പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. സിജോ വി. ജോൺ ആണ് ചേരുന്നത്. സിജോ, വിശദാംശങ്ങൾ. അശ്വതി, ഇന്നലെയായിരുന്നു കൂത്താട്ടുകുളത്ത് ഇലഞ്ഞിക്ക് സമീപം വാടക വീട്ടിൽ നിന്ന് കള്ളനോട്ട് സംഘത്തെ ആലുവ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ എസ്.പി. കാർത്തികിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരത്തിൽ ആളുകളെ പിടികൂടുന്നത്. ഭീകരവിരുദ്ധ സ്ക്വാഡും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടിയിരുന്നത്. ഇതിന്റെ അന്വേഷണം റൂറൽ പോലീസാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ആലുവ റൂറൽ എസ്.പി. കെ. കാർത്തികിന്റെ നേതൃത്വത്തിലുള്ള സംഘമാകും അന്വേഷിക്കുക. പ്രതികൾ ഇന്നലെ പിടികൂടിയ 9 ലക്ഷത്തിന് പുറമെ 15 ലക്ഷം രൂപ നേരത്തെ അച്ചടിച്ച് വിതരണം ചെയ്തതായി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത്ര തുക മാത്രമല്ല, കൂടുതൽ തുക അല്ലെങ്കിൽ കൂടുതൽ നോട്ട് ഇത്തരത്തിൽ കൈമാറിയിട്ടുണ്ടെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, അന്തർ സംസ്ഥാന ബന്ധം ഈ സംഘത്തിന് ഉണ്ട് എന്നൊരു കണക്കുകൂട്ടലുമുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക സംഘം ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, പ്രാദേശിക സഹായം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യവും പോലീസ് വിശദമായി പരിശോധിക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ഈ സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടാകുമെന്നൊരു സൂചന തന്നെയാണ് ഇപ്പോൾ പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണം വിപുലമാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കേസിൽ ആകെ 7 പ്രതികളാണുള്ളത്. പ്രതികളെ 7 പേരെയും ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി. ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പിറവം കള്ളനോട്ട് കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സിജോ വി. ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ കയ്യാങ്കളി കേസിൽ സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി. മന്ത്രി വി. ശിവൻകുട്ടി, മുൻ മന്ത്രിമാരായ ഇ.പി. ജയരാജനും കെ.ടി. ജലീലും അടക്കമുള്ള 6 പ്രതികളും വിചാരണ നേരിടണം. കയ്യാങ്കളിക്ക് മാപ്പില്ലെന്ന് പറഞ്ഞ കോടതി ജനപ്രതിനിധി എന്ന പരിരക്ഷ കുറ്റം ചെയ്യാനുള്ള അവകാശമല്ലെന്നും വ്യക്തമാക്കി. കേസ് പിൻവലിക്കാൻ അനുവദിക്കണമെന്ന സർക്കാരിന്റെ അപേക്ഷ ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായാണ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി. വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയടക്കം 6 ഇടതു നേതാക്കളും വിചാരണ നേരിടണം. സഭയുടെ പരിരക്ഷ ക്രിമിനൽ കുറ്റത്തിൽ നിന്നുള്ള പരിരക്ഷയല്ലെന്ന് വ്യക്തമാക്കിയ കോടതി 184 അനുച്ഛേദം തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നതെന്നും നിരീക്ഷിച്ചു. MLA-മാരുടെ നടപടികൾ ഭരണഘടനയുടെ അതിർവരമ്പുകൾ ലംഘിച്ചു. അതിന് ജനപ്രതിനിധികളുടെ പരിരക്ഷ പ്രയോജനപ്പെടുത്താനാവില്ല. നിയമപരിരക്ഷ കുറ്റം ചെയ്യാനുള്ള അവകാശമല്ല. സഭയിലെ അതിക്രമം സഭാ നടപടികളുടെ ഭാഗമല്ല. ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ അതിര് അംഗങ്ങൾ ഭേദിച്ചു. പൊതുമുതൽ നശിപ്പിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താനാവില്ല.
ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ച കോടതി കേസ് പിൻവലിക്കാനുള്ള സർക്കാർ നടപടി തെറ്റാണെന്നും നിരീക്ഷിച്ചു. കയ്യാങ്കളി കേസ് പിൻവലിക്കാനുള്ള അപേക്ഷ ജനങ്ങളോടുള്ള വഞ്ചനയെന്ന് വിമർശിച്ച കോടതി പ്രോസിക്യൂട്ടറുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും വ്യക്തമാക്കി. കേസ് പിൻവലിക്കാൻ അനുവദിച്ചാൽ സ്വാഭാവിക നീതിവ്യവസ്ഥയിലുള്ള ഇടപെടലാകും എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെയും 6 ഇടതു നേതാക്കളുടെയും ഹർജി തള്ളിയത്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. നിയമസഭാ കയ്യാങ്കളി കേസിലെ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം. നിയമസഭ തല്ലിത്തകർക്കാൻ നേതൃത്വം നൽകിയ ഒരാൾ മന്ത്രിസ്ഥാനത്ത് തുടരരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് സമരം തുടങ്ങുമെന്ന് KPCC പ്രസിഡന്റ്. എന്നാൽ രാജി ആവശ്യം മന്ത്രിയും CPM-ഉം തള്ളി. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചാരണ നേരിടുന്നതുവരെ വി ശിവൻകുട്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രിയുടെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടണം. സുപ്രീം കോടതി വിധി ഇന്ത്യൻ ജനാധിപത്യത്തിലെ നാഴികക്കല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നിയമസഭാ കയ്യാങ്കളി കേസിലെ സുപ്രീം കോടതി വിധിയുടെ തെറ്റും ശരിയും സംബന്ധിച്ച് പ്രതികരിക്കാനില്ലെന്ന് ജോസ് കെ മാണി. മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്ന വിഷയത്തെപ്പറ്റി അദ്ദേഹം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. കോടതി വിധി വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായും അതിന്റെ തുടർ നടപടികളിലേക്കാണ് പോകേണ്ടതെന്നും ജോസ് കെ മാണി. കോടതി നിരീക്ഷണത്തെക്കുറിച്ച് കൃത്യമായ സൂചനയുണ്ടായിട്ടും അപ്പീൽ പിൻവലിക്കാൻ തയ്യാറാകാതെ മുന്നോട്ടുപോയ സർക്കാരിനുണ്ടായ കനത്ത പ്രഹരമാണ് സുപ്രീം കോടതി വിധി. ഫലത്തിൽ നിയമസഭാ കയ്യാങ്കളി കേസിലെ കോടതി വിധി സർക്കാർ ചോദിച്ചു വാങ്ങുകയായിരുന്നു. മരമുറിയിലും AK ശശീന്ദ്രൻ വിവാദത്തിലും പ്രതിസന്ധിയിലായ സർക്കാരിന് ഇരട്ട പ്രഹരമാണ് ഇതിലൂടെ ഉണ്ടായത്. കോടതി വിധി എന്താകുമെന്ന കൃത്യമായ സൂചന കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതി നടത്തിയിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ പിൻവലിക്കാൻ സർക്കാരിന് ഇതൊരു അവസരമായിരുന്നു. കോടതിയുടെ വാക്കാൽ പരാമർശം എന്തായാലും അന്തിമവിധി തങ്ങൾക്ക് അനുകൂലമാകുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ. രൂക്ഷമായ വിമർശനങ്ങളോടെയുള്ള സുപ്രീം കോടതി വിധി സർക്കാരിന് ഫലത്തിൽ ഇരട്ടപ്രഹരമാണ്. നാണക്കേടായ നിയമസഭാ കയ്യാങ്കളി സംഭവവും കേസിലെ പ്രതി മന്ത്രിസഭാംഗമായി തുടരുന്നതുമെല്ലാം ദേശീയ തലത്തിൽ പോലും ചർച്ചയാക്കാൻ ഇടവന്നു. KM മാണിക്കെതിരായ പരാമർശ വിവാദം മുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയിട്ടും സർക്കാർ മുന്നോട്ടു പോയത് അന്തിമവിധി അനുകൂലമാകുമെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കേസ് വീണ്ടും തിരുവനന്തപുരം CJM കോടതിയുടെ പരിഗണനയ്ക്കെത്തുമ്പോൾ സർക്കാരിന്റെ നിലപാടുകൾ വീണ്ടും വാർത്തയാകും. രണ്ടാം പിണറായി സർക്കാർ തുടക്കം മുതൽ വിവാദത്തിലാണ്. വിവിധ കേസുകളിൽ തുടർച്ചയായി കോടതി വിമർശനം നേരിടുന്ന സർക്കാരിന് മുന്നിൽ നിയമസഭാ കയ്യാങ്കളി കേസ് പുതിയ വെല്ലുവിളിയായി മാറും. TG സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. 4 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചതിന് വൈദികനെതിരെ കേസ്. സിബി വർഗീസിനെതിരെയാണ് ആലുവ എടത്തല പോലീസ് കേസെടുത്തത്. കൊച്ചി മരട് പള്ളിയിലെ വികാരിയാണ് സിബി വർഗീസ്. സിജോ വി ജോണാണ് വിവരങ്ങളുമായി ചേരുന്നത്. സിജോ, വിശദാംശങ്ങൾ. അശ്വതി, പുക്കാട്ടുപടി സ്വദേശി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ വികാരിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 4 വയസ്സുള്ള തന്റെ മകളെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. മരട് RC പള്ളി വികാരി സിബി വർഗീസിനെതിരെ ആലുവ എടത്തല പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് എങ്ങനെയാണ്, ഈ വൈദികനും അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയായ സ്ത്രീയും തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു. തന്റെ അടുത്തെത്തിയ ഈ വൈദികൻ തന്റെ മകളെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന് കൊടുത്തിരിക്കുന്ന പരാതി. ഈ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഈ യുവതി ഈ കുട്ടിയുമായി വരാപ്പുഴ ബിഷപ്പ് ഹൗസിന് മുന്നിലെത്തി പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ഇവർ ഇപ്പോൾ നേരിട്ടെത്തി പോലീസിന് പരാതി നൽകുകയും ഇതിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് അതൃപ്തി. കേരളം നിയന്ത്രണങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെന്നും നിയന്ത്രണങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നില്ലെന്നുമാണ് വിലയിരുത്തൽ. രോഗികളെ ചികിത്സിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങൾ മികച്ചതായതിനാൽ മരണങ്ങൾ കുറവെന്നുമാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിരീക്ഷണം. രാജ്യത്ത് ഫൈസർ വാക്സിൻ ഉടൻ ലഭ്യമാകില്ലെന്ന കേന്ദ്ര സർക്കാർ. അനുമതി തേടി ഫെബ്രുവരിയിൽ ഫൈസർ സമർപ്പിച്ച അപേക്ഷ പിന്നീട് പിൻവലിച്ചിരുന്നു. പുതിയ അപേക്ഷ ഇതുവരെ നൽകിയിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി ഭാരതി പ്രവീൺ വ്യക്തമാക്കി. PV അബ്ദുൽ വഹാബ് MPയുടെ ചോദ്യത്തിനായിരുന്നു രേഖാമൂലമുള്ള മറുപടി. കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ വാക്സിൻ എടുക്കണമെന്ന സന്ദേശവുമായി നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്ക് സഞ്ജീവനി ക്യാമ്പയിൻ തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സഞ്ജീവനി ഗാഡി ഇതുവരെ 466 ഗ്രാമങ്ങൾ പിന്നിട്ടു. 2,35,450 പേരിലേക്കാണ് സഞ്ജീവനി ഗാഡി വാക്സിനേഷൻ സന്ദേശം എത്തിച്ചത്.
അടുത്ത മാസം 9 മുതൽ സംസ്ഥാനത്തെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഏതെങ്കിലും ഭാഗത്ത് നിന്ന് സർക്കാർ നടപടി ഉണ്ടായാൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് ടി നസറുദ്ദീൻ. 2-ന് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തുമെന്നും നസറുദ്ദീൻ പറഞ്ഞു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.